ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ വന്നത് തമ്പലൈനെ കണ്ടിട്ടുണ്ടാവും. ഒരു പുരുഷ ജാതകത്തിൽ ഒരു ഗ്രഹനില നോക്കി അയാൾക്ക് വീട് ഇത്യാദി കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഒരു ജ്യോതിഷ സ്നേഹി എന്നെ വിളിക്കുകയും ഈ ഗ്രഹനില പ്രകാരം ഈ വ്യക്തിക്ക് വീടിന് സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സൂചന ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ഗ്രഹനില പ്രകാരം സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. പിന്നെ അതിനു മുമ്പായിട്ട് പറയാനുള്ള വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ യൂട്യൂബ് കാണുന്ന പ്രേക്ഷകർ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരു കേരളം അറിയണ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തറവാട് പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കേരള ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തിയല്ല. സാധാരണ ഒരു ജ്യോതിഷം കൺസൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സെലിബ്രിറ്റിയോ കാര്യങ്ങളോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും തോന്നിയ പോലെ വായിക്ക് തോന്നിയ പോലെ വിളിച്ച് പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരുപാട് പേരുണ്ടാകും. കാരണം അവർ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണമെന്ന് വെച്ചാൽ യഥാർത്ഥ ജ്യോതിഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലെ വരുന്നത്. അതിലൊരുപാട് വിമർശനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും നിങ്ങൾ എന്നോട് വിമർശനമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ എന്നിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് ഈ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ അതിൽ ഇത് യഥാർത്ഥമാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ ശരിയാണ് ഇത് ഒരു ജാതകത്തിൽ ഒരു പ്രശ്നം നോക്കുമ്പോൾ ഒരു ഗ്രഹനില എടുക്കുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രമാണ് അല്ലെങ്കിൽ രേവതി നക്ഷത്രമാണ്, മീനരാശിയിലാണ്. അപ്പോൾ ആ രേവതി ജനിച്ച ആൾക്കൊരു ഫലം, ലഗ്നം വൃശ്ചികമായിരിക്കും, ലഗ്നത്തിൽ ഒരു ഫലം. ഒരു ജീവിതത്തിൽ ഒരാൾക്ക് ഒറ്റ ഫലം രണ്ട് ഫലം ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ഫലം പറയുന്നുണ്ട്, ലഗ്നത്തിൽ ജനിച്ച ഒരു ഫലമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ ഒരാളുടെ ജീവിതത്തിലേക്ക് വരുമോ? ഇല്ല. ലഗ്നമാണ് കേന്ദ്രബിന്ദു, നക്ഷത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം. ലഗ്നം കേന്ദ്രബിന്ദു ആക്കിയിട്ടാണ് നമ്മൾ ജീവിതയാത്ര അനുഭവങ്ങളെല്ലാം ചിന്തിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ലോകം അറിയണം അല്ലെങ്കിൽ കേരളം പറയണത് ഒരു ജ്യോതിഷ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു പ്രഗത്ഭനായ ഒരു വീട്ടുപേര് വെച്ചിട്ട് സെലിബ്രിറ്റി പോലെ ചെയ്യുന്ന ആളല്ല നിങ്ങൾ. പക്ഷെ നമ്മൾ ജ്യോതിഷം പഠിച്ചു വന്നപ്പോൾ യഥാർത്ഥ ജ്യോതിഷം നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ് പറയുന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പോവുക, അല്ലെങ്കിൽ എൻ്റെ ഫോൺമേനെ വിളിക്ക്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എൻ്റെ കമൻറ്റിൻ്റെ ഞാൻ ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് എന്തെങ്കിലും വെറുതെ ഒന്നും അറിയാതെ കമൻ്റ് അടിക്കണത് വെറും എന്താ പറയുക വെറും ആളാവാൻ വേണ്ടി മാത്രമേ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള വിമർശനമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജ്യോതിഷ സ്നേഹികൾ തമ്പലയിൽ കണ്ട പോലെ ഇന്ന് ഈ ഒരു ഗ്രഹനില പ്രകാരം ഇയാൾക്ക് വീട് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിനു മുമ്പായിട്ട് നിങ്ങൾ പറയാനുള്ളത്, എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ വളരെ ദയനീയമായിട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവായതുകൊണ്ടാണ്. കാരണം നമ്മൾ പുതിയ തലമുറ ആയതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ നിങ്ങൾ വീഡിയോസ് കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്യാമെന്ന് മറക്കരുത്. സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി അമർത്തി എന്നെപ്പോലുള്ളൊരു നിങ്ങൾ പ്രോത്സാഹനം തരണം. കാരണം വെച്ചാൽ നിങ്ങളിലേക്ക് പുതിയ അറിവുകൾ യഥാർത്ഥ ജ്യോതിഷം ചൂണ്ടിക്കാണിക്കാനാണ് എന്നെപ്പോലൊരു ഇതിൽ യൂട്യൂബിലേക്ക് വരുന്നത്. അല്ലാണ്ട് യൂട്യൂബിൽ വന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയാനാണെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ യഥാർത്ഥ ജ്യോതിഷം, അത് നമ്മൾ എന്തെങ്കിലും കൃത്യമായ ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് തന്നെ ജ്യോതിഷം പഠിച്ചിട്ട് അത് യഥാർത്ഥത അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക നല്ലൊരു എന്താണ് ജ്യോതിഷം, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഗ്രഹനില നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 18/2/1978 9:15 AM ജനിച്ച തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ്. അതായത് 18/2/1978 9:15 AM തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷ ജനനമാണ്. അപ്പം ഇയാൾ ഒന്ന് ഗ്രഹങ്ങളുടെ മൗഢ്യം ചോദിച്ചു, ഒന്ന് ഗ്രഹനിലയിൽ വക്രമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അതിനെക്കുറിച്ചും ആദ്യം പിന്നെ ഇയാൾക്ക് വീട് ഉണ്ടാകുമോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ ഗ്രഹനില പ്രകാരം എന്താണ് സൂചന കിട്ടണമെന്ന് നമുക്ക് നോക്കാം.
നോക്കൂ, നമ്മൾ ഓടി ചെന്നിട്ട് വീടല്ല ആദ്യം നോക്കണം, വീട് കിട്ടുമോ എന്നല്ല ആദ്യം നോക്കണത്. ആദ്യം ലഗ്നം ഏത് രാശിയിലാണ് നിൽക്കുന്നത് നോക്കണം. അത് ലഗ്നാധിപൻ ഏത് രാശിയിലാണ് നോക്കണം. ആ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയോ കാര്യങ്ങളോ യോഗങ്ങളോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ട് ലഗ്നത്തിന് ബലമുണ്ടോന്ന് അല്ല ഓടി ചെന്നിട്ട് ഒരു കൂറുഫലം പറഞ്ഞിട്ട് ഒരു നക്ഷത്രഫലം പറഞ്ഞിട്ട് ഇയാൾക്ക് വീട് സാധ്യത ഇല്ല എന്ന് പറയണതിൽ ഒരു അന്തസ്സും ഇല്ല, ഒരു എന്താ പറയുക, ഒരു കാര്യവുമില്ല. ഇവിടെ നോക്കൂ, അത്യന്തം പവർഫുള്ളായ ബ്രാഹ്മണ രാശിയായ മീനൻ രാശി ലഗ്നം വന്നിരിക്കുന്നു. അതായത് മീനം ലഗ്നവുമാണ്, ലഗ്നാധിപൻ പവർഫുള്ളായ വ്യാഴം, അത് ബ്രാഹ്മണ രാശി ബ്രാഹ്മണ ഗ്രഹവുമാണ്. അപ്പം ഈ ലഗ്നം എന്ന് പറയുന്നത് നോക്കൂ, ഈ ധനു രാശിയുടെയും 10ാം ഭാവാധിപൻ തന്നെയാണ് ലഗ്നാധിപൻ. ഈ ലഗ്നാധിപൻ എന്ന് പറയുന്നത് 10ാം കർമാധിപനും കൂടിയാണ് ഈ വ്യാഴം. വ്യാഴം എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാരകനാണ്, നിയന്ത്രണത്തിൻ്റെ കാരകനാണ്. ഈ ഗ്രഹനിലയിലൊക്കെ വ്യാഴമൊക്കെ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത്യന്തം നല്ല ഒരു ഗുണത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഇയാളുടെ ജീവിതയാത്ര ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഇത് എന്നോട് ഇയാൾക്ക് വീട് ഉണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇയാൾക്ക് എന്താണോ ഇയാൾ പരിശ്രമം ഇല്ലാതെ എന്തെങ്കിലും എന്താ പറയുക ഒരു വീടിന് സാധ്യത ഇല്ലെങ്കിൽ അത് അയാളുടെ കുറവ് കൊണ്ടായിരിക്കും. ഗ്രഹനില പ്രകാരം നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്, അല്ലേ? അവിടെ നമുക്ക് നോക്കാം. നോക്കൂ, ലഗ്നത്തിൽ ശിഖി ഉണ്ടെങ്കിൽ ഇവിടെ ശിഖിക്ക് ശരീരത്തിന്, അതായത് നമ്മുടെ ലഗ്നം കൊണ്ട് ശിഖി ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലഗ്നത്തിൽ ആകെ കൂടി നമ്മൾ രോഗാവസ്ഥയിലേക്കോ മറ്റു രീതിയിൽ കീർത്തി പ്രശസ്തി ലഗ്നം കൊണ്ട് ശരീരത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് പറയും. അങ്ങനത്തെ ഒരു സംഗതിയില്ല. ലഗ്നത്തിൽ ശിഖി ഉണ്ട് പറഞ്ഞ ഒരു കാരണവശാലും ഏത് ഗ്രഹനിലെടുക്കണം, ലഗ്നത്തിൽ ശിഖിയോ ഗുളിയനോ മാന്ദ്യോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം രാഹു കേതു ഗുളിയൻ എന്ന് പറയുന്നത് ഗ്രഹമല്ല, ഗുളിയൻ ഒരു മുഹൂർത്ത വിഷയമായിട്ടുള്ള സംഗതിയാണ്. രാഹു കേതുക്കൾ എന്ന് പറയുന്നത് മുഹൂർത്ത ഗ്രഹണം കണ്ടുപിടിക്കാനുള്ള 2 കേന്ദ്ര ബിന്ദുക്കള എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ലഗ്നാധിപൻ എവിടെ നോക്കുക, ലഗ്നാധിപൻ മീനൻ രാശി ലഗ്നം വന്നിരിക്കും. ലഗ്നാധിപൻ കേന്ദ്രത്തിൽ ഗജകേശ്വരി യോഗത്തോട് കൂടിയിട്ട്, അതായത് ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്നു, ഗുരുവിന്റെ കേന്ദ്രത്തിൽ, അത് 2 പേരും ചന്ദ്രനും ഗുരുവും യോഗം ചെയ്ത് ലഗ്നാധിപൻ ലഗ്ന കേന്ദ്രത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം. ലഗ്നാധിപൻ ലഗ്ന കേന്ദ്രത്തിൽ 4ാം ഭാവത്തിൽ ഗജകേശ്വരി യോഗം ചെയ്ത്, അതായത് 5ാം ഭാവാധിപനുമായ ചന്ദ്രനുമായിട്ട് യോഗം ചെയ്ത് ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്നു. അത് നല്ലൊരു ഗജകേശ്വരി യോഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു യോഗ, പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും നല്ലൊരു യോഗമാണ്. അതുമാത്രമല്ല 2 ശുഭഗ്രഹങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 4, 7, 10 എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനകാലമാണ്. 5ഉം 9 എന്ന് പറയുന്നത് ഭൂതകാലമാണ്. അപ്പോൾ ഈ 4 അത് ലഗ്നം 1ാം ഭാവം, 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവത്തിലൊക്കെ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ ജീവിതയാത്ര ക്ലേശകരമില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇയാൾക്ക് ലഗ്നത്തിലേക്ക് ബലം ഉണ്ടെന്ന് മനസ്സിലായി. വേറെ ലഗ്നത്തിലേക്ക് പാവന്മാരുടെ ദൃഷ്ടിയോ യോഗങ്ങളോ ഒന്നും ഇല്ല. ലഗ്നാധിപൻ ബലവാനായിട്ട് ലഗ്ന കേന്ദ്രത്തിലുണ്ട്. തീർച്ചയായിട്ടും ആ ലഗ്നത്തിന് ബലമുണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ. ഇനി നമുക്ക് ഇയാൾക്ക് വീട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. മഴ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പരമാവധി സ്പീഡാക്കി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. നോക്കൂ, 4ാം ഭാവം കൊണ്ടാണ് വീട് വാഹനം ഇത്യാദി കാര്യങ്ങളും മാതാവിനെ ചിന്തിക്കുന്ന 4ാം ഭാവം കൊണ്ടാണ്. 4ാം ഭാവാധിപൻ ബുധൻ 4ാം ഭാവാധിപൻ എവിടെ നോക്കണം, 4ന് ഒരു കാരകനുണ്ട്. അതേപോലെ തന്നെ ഈ 4ലേക്ക് ദൃഷ്ടി യോഗം അതൊക്കെ നോക്കാനുണ്ട്. നോക്കൂ, 4ാം ഭാവാധിപനായ ബുധൻ ഈ ഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നോക്കൂ, ഈ മീന ലഗ്നത്തിൻ്റെയും ധനു ലഗ്നത്തിൻ്റെയും മിഥുനം കന്നി ലഗ്നത്തിൽ ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വഴി തെറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരിക്കലും കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് അങ്ങനത്തെ സംഗതിയേ ഇല്ല. 4 കോണിന്റെ അധിപമായ 2 ശുഭഗ്രഹങ്ങളാണ്. 4ാം ഭാവാധിപൻ നോക്കൂ 11ാം ഭാവത്തിൽ കൊണ്ട് 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി. അതായത് ബുദ്ധിയുടെ അതായത് 5 കൊണ്ടാണ് ബുദ്ധിയെ ചിന്തിക്കുന്നത്. ആ ബുദ്ധിയുടെ മറ്റേ 5 കൊണ്ട് ബുദ്ധിയെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ 5ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ഗജകേശ്വരി യോഗം ചെയ്ത് നിൽക്കുന്നു. ആ 4ാം ഭാവാധിപൻ 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ബുദ്ധിപരമായിട്ട് നല്ല കഴിവ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അവിടെയും നിങ്ങൾ പറഞ്ഞ പോലെ ഈ
കുജന്റെ ഒരു ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാലും ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുറച്ച് ഇത് പറയാൻ പറ്റുള്ളൂ. അവിടെ ശനിയുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ഭാവത്തിൽ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അവിടെ ദോഷമില്ല എന്ന് പറയുന്നത്. നോക്കൂ, ലഗ്നാധിപൻ തന്നെ 4ാം ഭാവത്തിൽ ഗജകേശ്വരി യോഗം ചെയ്ത് എന്താ പറയാ നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്നു. നോക്കൂ, ഇവിടെ 4 ലഗ്നാധിപനാണ് 4. ലഗ്നാധിപൻ 4ലും 4ന്റെ കാരകനും ചന്ദ്രനും അവിടെയുണ്ട്. തീർച്ചയായിട്ടും ഇയാൾക്ക് വീട് ഉണ്ടായിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് അയാൾക്ക് വീടില്ലാത്ത ഗ്രഹനില പ്രകാരം എന്ന് പറയുന്നത്? അയാളുടെ ജീവിത യാത്രാനുഭവങ്ങളിൽ കുറച്ച് ക്ലേശകരമായിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം അയാൾക്ക് വീടിന് ഇല്ലാത്തത്. അല്ലെങ്കിൽ കുടുംബ സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കുടുംബത്തെ സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. കാരണം പവർഫുള്ളായ ലഗ്നാധിപനാണ് കേന്ദ്രത്തിൽ നിൽക്കുന്നത്. അവിടെ വേറെ ഒരു പാവിൻ്റെ ദൃഷ്ടിയോ കാര്യങ്ങളൊന്നുമില്ല. കുജൻ 4ാം ഭാവത്തിൽ കുജൻ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നോക്കില്ല. ഇവിടെ കുജൻ ഇവിടെ 4 ഉണ്ടെങ്കിൽ 2ഉം 9ഉം ഭാവം ഒരു എന്താ പറയാ ഒരു ഉപജയരാശിയുടെയും 9ാം ഭാവത്തിൻ്റെയും 2ാം ഭാവത്തിൻ്റെ അധിപനാണ് കുജനും. കുജനും ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനല്ല എന്ന് മനസ്സിലാക്കുക. അവിടെ ലഗ്നാധിപൻ നിയന്ത്രണത്തിൻ്റെ കാരകനാണ്. ആ ലഗ്നാധിപനുമായിട്ട് യോഗമാണ് കുജൻ ചെയ്യുമ്പോൾ അവിടെ കുജൻ ദോഷം ചെയ്യത്തില്ല എന്നുള്ളത് കൂടിയാണ് പറയണത്. പിന്നെ ചന്ദ്രനും ഈ ഗുരുവും ചെയ്യുമ്പോഴും ചന്ദ്രനും കുജനും യോഗം ചെയ്യുമ്പോഴും ഈ പറയണത് എന്താ പറയുക, കുറച്ചൊരു ചന്ദ്രനും കുജനും യോഗം ചെയ്യുമ്പോൾ ഒരു മഞ്ചലാട്ടം അല്ലെങ്കിൽ മനസ്സ് ഒരു എന്താ പറയുക ഒരു പിടിച്ച കിട്ടാത്ത ഒരു രീതിയിൽ ഒരു ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ എടുത്തുചാട്ടമൊക്കെ ചെറുതായിട്ട് വരാം എന്നുള്ള മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ്. കുജൻ എടുത്തുചാട്ടക്കാരനാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ വരാം. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ ലഗ്നാധിപനുമായിട്ട് നിൽക്കുമ്പോൾ അവിടെ വലിയ ദോഷം പറയാനില്ല. തീർച്ചയായും ഇയാൾക്ക് വീട് സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, നിങ്ങൾ നോക്കൂ, കർമ്മഭാവം അയാൾക്ക് വീട് കിട്ടും. തീർച്ചയായിട്ടും വീട് ഉണ്ടാകണം. അതായത് ഇനി ശ്രമിച്ചു കഴിഞ്ഞാലും ഇയാൾക്ക് വീടിന് സാധ്യത കൂടുതലുണ്ട്. അതുമാത്രമല്ല, ചാരവശാൽ ഇപ്പോൾ 2025 മെയ് മുതൽ 2026 മെയ് വരെ ചാരവശാൽ ലഗ്നാധിപൻ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ആ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം ഇവിടെ 4ലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കുറച്ച് ദോഷങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ലഗ്നാധിപനാണ്. പരിശ്രമിക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഈ 2026 ഇയാൾക്ക് ഒരു വീടിന് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സാധ്യത ഏറെയാണ്. നോക്കൂ, കർമ്മഭാവത്തിലേക്ക് നോക്കൂ. കർമാധിപൻ തന്നെയാണ് ലഗ്നാധിപൻ. ആ കർമാധിപൻ ലഗ്നാധിപൻ ആയതുകൊണ്ട് ലഗ്ന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട്, അതായത് നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി, നിൽക്കുന്ന രാശിയിൽ നിന്ന് ചന്ദ്രൻ 7ലേക്ക് നിൽക്കുന്ന, അതായത് ലഗ്നാൽ 10, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 7 എന്ന് പറയുന്നത് ലഗ്നാൽ 10 ആ ലഗ്നാൽ 10 എന്ന് പറയുന്നത് കുജന്റെ ദൃഷ്ടി കർമ്മഭാവത്തിലേക്ക്, ചന്ദ്രന്റെ ദൃഷ്ടി 10ലേക്ക്. ഈ കുജനൊക്കെ 10ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ ഞാൻ പറയാ വിദ്യാഭ്യാസം ഞാൻ പറയില്ല, കർമ്മ മേഖല കാരണം 3 ഗ്രഹബന്ധമാണ് 10ലേക്ക്. ലാഭസ്ഥാനത്തേക്ക് ഇപ്പോൾ ബുധനും ബന്ധപ്പെടുന്നുണ്ട്. അവിടെ ശുക്രൻ 3ഉം 8ഉം ഭാവാതി ശുക്രൻ രവിയും 12 നിൽക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 3ഉം 8ഉം ഭാവാദികളാണ്. ശുക്രൻ 12 സമ്പത്തിന്റെ കാരകനാണ് ശുക്രൻ. ആ ശുക്രൻ 12ലായിപ്പോയി. അത് എന്താ പറയാ, ഈ കുടുംബപരമായിട്ട് സ്വത്ത് കിട്ടുകയാണെങ്കിലും അത് കുറച്ച് ക്ലേശകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം സമ്പത്തിന്റെ കാരകൻ ശുക്രൻ 12ൽ പോയത് കൊണ്ട് ഒരു എന്താ പറയുക കുടുംബപരമായിട്ടൊക്കെ ചിലപ്പോൾ അയാൾക്ക് ഇനി കുടുംബപരമായിട്ട് സ്ഥലം കിട്ടാനുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. എനിക്ക് ഗ്രഹനിലപ്രകാരമുള്ള സൂചന മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ ആ സമ്പത്തിന്റെ കാരകൻ ശുക്രൻ 12ൽ പോയി ശനിയുടെ ദൃഷ്ടി വന്നിരിക്കണം. അപ്പോൾ കുറച്ച് ക്ലേശകരം സമ്പത്തിന്റെ കാര്യത്തിൽ വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുമാത്രം 6ാം ഭാവാധിപനും രവി 12ൽ പോയി. രവി ശുക്രനും ഇവിടെ ഒരു യോഗം ഉണ്ട് കേട്ടോ. 12ലായി പോയിരുന്നൊരു രോഗം നമ്മൾ യോഗം അല്ലാണ്ടിരിക്കത്തില്ല. ഇവിടെ രവി ശുക്രനും 12ൽ പോയത് കൊണ്ട് ഇവിടെ രവി ശുക്രനും യോഗം ചെയ്യുമ്പോൾ, ഏത് രാശിയിൽ രവി ശുക്ര യോഗം ചെയ്യുമ്പോഴും എന്താ പറയുക രംഗകലകളിൽ നിന്നും ആയുധ കലകളിൽ നിന്നും വരുമാനം. അതുമാത്രമല്ല, രവി 12ൽ പോകുമ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ് ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കണ്ണട വെച്ച് വ്യക്തിയായിരിക്കാം. അങ്ങനെ കണ്ണുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം 6ാം ഭാവാധിപൻ രവിക്ക് കണ്ണിന്റെ കാരകത്വം ഉണ്ട്. അതേപോലെ തന്നെ
ശനി 6 12 11 ഇവിടെ ഒരു ലാഭസ്ഥാനത്തിന്റെ 12ാം ഭാവാധിപന് മാത്രമല്ല ശനി 11ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾക്ക് എന്താ പറയുക സമ്പത്ത് പരമായിട്ട് മാതാവിൻ്റെ പിതാവിൻ്റെ ഒക്കെ സമ്പത്ത് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ സൂചന വരുന്നുണ്ട്. എന്നിരുന്നാലും സ്വന്തം പ്രയത്നം ഉണ്ടെങ്കിൽ ഇയാളുടെ കർമ്മം കൊണ്ട് ഇയാൾക്ക് തീർച്ചയായിട്ടും വീട് കെട്ടിരിക്കും. പക്ഷെ അയാളുടെ കർമ്മം എന്താ എനിക്കറിയത്തില്ല, അയാളുടെ ജോലി എനിക്ക് എന്താ അറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് സാധ്യത മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ആ സാധ്യത കൃത്യമായിട്ട് ഈ ഗ്രഹനിലയിൽ സൂചന വന്നു. ലഗ്നാധിപൻ ലഗ്നക്ക് 4ാം ഭാവത്തിൽ ഗജകേശ്വരി യോഗം ചെയ്യുന്നു. കർമ്മഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. ലഗ്നാധിപൻ തന്നെ കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ കർമ്മഭാവം പുഷ്ടിമയാണ്. 10ലേക്ക് കുജനൊക്കെ ദൃഷ്ടി വന്നപ്പെടുകഴിഞ്ഞാൽ പോലീസ്, നേവി, ആർമി, ആയുധ മേഖല, അഗ്നി മേഖല, കിച്ചൺ, അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങൾ, ഒരു ഓപ്പറേഷൻ, ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ഒരു ജോലി, ഇതൊക്കെ കുജനെ കൊണ്ട് സൂചന തരുന്നുണ്ട്. അവിടെ 2ഉം 9 ഒരു ദുസ്ഥാനത്തിന്റെ ആധിപൻ അല്ല കുജൻ. അപ്പോൾ അതും കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ നല്ലതാണ്, അവിടെ പുഷ്ടിമ പറയണം. പക്ഷെ ഇയാളുടെ കർമ്മം ഒന്നും എനിക്കറിയില്ല, ഇത്രമാത്രം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇയാൾക്ക് വീടിന് സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ ഇയാൾ പരിശ്രമിക്കും. ഈ മഴക്കാലമൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത വേനൽ വരുമ്പോഴേക്കും ഇയാൾ പരിശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഈ ഒരു വീടിന് സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ബുധന് മൗഢ്യമുണ്ട്. ശുക്രനും ഗുരുവും ശനി വക്രത്തിലാണ്. അതായത് ബുധൻ മൗഢ്യത്തിൽ നിന്നാണ്, ശുക്രന് ഗുരു ശനി വക്രത്തിലാണ്. ഈ ബുധൻ മൗഢ്യം എന്ന് പറയുന്നത് രവിയോട് അടുക്കും തോറും ഈ ആ അതായത് സൂര്യൻ്റെ അടുത്ത് ഒരു ഗ്രഹം അടുക്കും തോറും ആ ഗ്രഹത്തിന് മങ്ങലേക്കുകയും ആ മങ്ങലേക്കുമ്പോൾ അതിന് ബലക്കുറവ് വരും എന്ന് ഉള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, മൗഢ്യം എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് ഒരു ഒട്ടനവധി നൂറുകണക്കിന് കാരകത്വങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാരകത്വങ്ങൾക്ക് മാത്രമേ ദോഷം ചെയ്യുള്ളൂ. അവിടെ മൗഢ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രഹത്തിൻ്റെ എല്ലാ കാരകത്വങ്ങൾക്കും ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് വരത്തില്ല. ഇവിടെ നോക്കുമ്പോൾ ബുധന് മൗഢ്യമുണ്ട്, 5ാം മൗഢ്യം ഉള്ളത് കൊണ്ട് ഇവിടെ ചിലപ്പോൾ ഈ കുജൻ 5ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ബുദ്ധിപരമായിട്ട് കുറച്ച് നല്ല ബുദ്ധി ഉണ്ടെങ്കിലും അത് പ്രയത്നിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാം. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാരകം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് കുറച്ച് തടസ്സങ്ങൾ വരാം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രം. അല്ലാണ്ട് മൗഢ്യമുണ്ട് പറഞ്ഞ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. അതേപോലെ തന്നെ ശുക്രനും ഗുരു ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്താണ് വക്രം? വക്രം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഉദാഹരണ സഹിതം നമ്മളുടെ ഒരു 50 സ്പീഡിൽ നമ്മുടെ ഒരു വാഹനം ഓടുക എന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ബേക്കിൽ നിന്ന് 100 കിലോമീറ്റർ ഒരു വാഹനം സ്പീഡായിട്ട് വരുമ്പോൾ നമ്മൾ പിന്നിലോട്ട്, അതായത് നമ്മൾ 50 കിലോമീറ്റർ നമ്മൾ സ്പീഡ് പോകുന്നൊരു വണ്ടി, നമ്മൾ ഓടിക്കുന്ന വണ്ടി, അത് നമ്മുടെ ബേക്കിൽ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വണ്ടി അത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നിലേക്ക് പോകുക എന്നുള്ളത് നമ്മൾ തോന്നിക്കുകയും ചെയ്യും. അങ്ങനെയാണ് വക്രം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണ സഹിതമാണ് പറയുന്നത്. അതായത് നമ്മുടെ 50 കിലോമീറ്ററുള്ള ഒരു വാഹനം നമ്മൾ ഓടിക്കുകയാണെങ്കിൽ പിന്നിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ വരുന്ന വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പിന്നിലേക്ക് വരും എന്ന പോലെ നമുക്ക് തോന്നുക. അതൊരു മായാബിംബമാണ്. അല്ലാതെ നമ്മളിവിടെ നേരെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഗ്രഹങ്ങൾ പിന്നിലേക്കിട്ട് സഞ്ചരിക്കുന്നില്ല. ഇതൊരു നമുക്കൊരു മായാബിംബമായിട്ട് തോന്നിക്കുന്നതാണ്. പക്ഷേ ആ ഗ്രഹങ്ങൾക്ക് ബലക്കൂടുതൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ശനി ശുക്രനും ഗുരും എന്താ പറയുക വക്രത്തിലായാലും ഒരു ബലക്കൂടുതൽ ഉണ്ട് എന്നാണ് പറയണത്. അപ്പം തീർച്ചയായിട്ടും അവിടെ ഗുരു എന്ന് പറയുന്നത് ലഗ്നാധിപനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലഗ്നത്തിൽ വലിയ ബുധന് മൗഢ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ശനി 12 ഇയാളുടെ പ്രശ്നം 2023 മുതൽ 2027 വരെ കുറച്ച് ക്ലേശകരമാണ് ജീവിതം. അതായത് 2023 മാർച്ച് മുതൽ 2025 വരെ മകരത്തിലായിരുന്നു, കുംഭത്തിലായിരുന്നു. ഇനി 2025 മാർച്ച് മുതൽ 2027 വരെ ഇനി ലഗ്നത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ എന്താ പറയുക ശരീരപരമായിട്ടൊക്കെ അമിതമായ ടെൻഷൻ വരാം. ഈ ശനിയൊക്കെ ലഗ്നത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ക്ലേശകരങ്ങളാണ് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെ ഇത്യാദി കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാകും. പക്ഷേ ഈ ലഗ്നത്തിന് വ്യാഴവും ശനിയും അനുകൂലത്തിലല്ല എന്നാണ് പറയുന്നത്, ചാരവശാൽ. പക്ഷേ ഗ്രഹനിലയിൽ 4ാം ഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. ചാരവശാൽ വരുന്ന സമയത്ത് ലഗ്നാൽ
നാലിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്ലേശകരമാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ലഗ്നാധിപനായതുകൊണ്ട് വലിയ ദോഷം പറയാൻ പറ്റില്ല. ആ ലഗ്നാധിപൻ നാലൂടെ ബുധൻ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇനി ഒരു വർഷക്കാലം ഇപ്പോൾ കടന്നിട്ടുള്ളൂ, മെയിൽ 15 കടന്നിട്ടുള്ളൂ. ഇനിയിപ്പം ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു വർഷക്കാലയളവ് വ്യാഴം ഇവിടെ ഉണ്ടാകുമ്പോൾ കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ ഇവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഗുരു നിൽക്കുന്ന രാശിയിൽ 8ലേക്ക് ദൃഷ്ടിയുണ്ട്, ഗുരു നിൽക്കുന്ന രാശിയിൽ 12ലേക്ക് ദൃഷ്ടിയുണ്ട്. ഇവിടെ ഗുരു നോക്കൂ, നിൽക്കുന്ന രാശിയിൽ 9ലേക്ക് ദൃഷ്ടി, അതായത് നിൽക്കുന്ന രാശിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 നിൽക്കുന്ന രാശിയിൽ ലഗ്നാധിപന് ദൃഷ്ടിയുള്ളത് 12ലേക്കുള്ളത് കൊണ്ട് ഈ രവിക്കും ശുക്രനും ഈ വ്യാഴത്തിന്റെ നിയന്ത്രണമുണ്ട്. അവിടെ വലിയ ദോഷം വരുന്നില്ല. പക്ഷെ ഇയാൾക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം തന്നെ പരിശ്രമിക്കുക. ഞാൻ പറഞ്ഞതുകൊണ്ട് വീടാവത്തില്ല, അയാളുടെ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലയളവ് ഒരു വീടിന് സാധ്യതയുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. കാരണം ശനി ലഗ്നത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല അനുഭവങ്ങളല്ല തരിക, കുറച്ചും കൂടി ക്ലേശകരെ തരും. വ്യാഴം ലഗ്നാധിപനായതുകൊണ്ട് ഗുണദോഷമായിരിക്കും. അപ്പോൾ ഈ വർഷം 2027 വരെ ഗുണദോഷ സമ്മിശ്ര കാലമായിരിക്കും. പക്ഷെ നോക്കൂ, ഇനി 2026 കഴിഞ്ഞാൽ വ്യാഴം 5ലേക്ക് പോകുമ്പോഴും നല്ല ഗുണങ്ങളാണ് അനുഭവം തരുന്നത്. അപ്പോൾ ഈ അതായത് 2027 വരെ വലിയ തടസ്സങ്ങളില്ലാണ്ട് ധനത്തിന്റെ കാരകനാണ് വ്യാഴം, നിയന്ത്രണത്തിന്റെ കാരകനാണ് വ്യാഴം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അനുകൂലമായിട്ട് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ഈ ഗ്രഹനിലയിലേക്ക് ശുക്രനൊക്കെ ഇനിയിപ്പം സമ്പത്തിന്റെ കാരകനൊക്കെ സ്വക്ഷേത്ര ബലവാനായിട്ടൊക്കെ ഇനി അടുത്ത കാലങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊണ്ട് അനുകൂല രാശിയിലൊക്കെ സഞ്ചരിക്കുകയാണ്. ലഗ്ന കേന്ദ്രത്തിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാം അനുകൂലമായിട്ട് വരും. ഇവിടെ 7 സർപ്പനുണ്ടെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും പേടിക്കരുത്. ഗുളിയൻ 12 പറഞ്ഞ് ഒരു കാരണവശാലും പേടിക്കരുത്. രാഹുവിനോ ഗുളിയനോ ഒന്നും നോക്കണ്ട. ഇവിടെ നോക്കൂ, നല്ല വേറെ ബുദ്ധിമുട്ടോ അല്ലെ സമ്പത്തിന്റെ കാര്യം ശനിന്റെ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇയാൾക്ക് സ്വന്തമായിട്ട് വീട് പണിയാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതില്ലാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ഒരേ ഡിഗ്രിയിൽ മിനിച്ച് ജനിച്ച ഇതേ ഗ്രഹനിലക്കാരനും രാജകൊട്ടാരത്തിൽ ജനിച്ചിട്ടുണ്ടാവും, അതേ ഒരാൾ ചേരി ജനിച്ചിട്ടുണ്ടാവും. രണ്ടുപേർക്കും വ്യത്യസ്ത ജീവിത യാത്രാനുഭവങ്ങളാണ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കൽ എത്ര വലിയ പൊട്ടക്കുഴിയാണെങ്കിലും നമ്മുടെ സ്വപ്രയത്നമുണ്ടെങ്കിൽ അവിടെ ഉയർന്നു വരും ചെയ്യും. അല്ലാണ്ട് അവിടെ ഓടിച്ചെന്നിട്ട് നമ്മൾ ഒരു ഗ്രഹനില കണ്ടിട്ട് ഒരു കൂർഫലം പറഞ്ഞ് ഒരു കണ്ടശനി ഏഴശനി എന്ന് പറഞ്ഞിട്ട് ആളെ ഭയപ്പെടുന്നതല്ല. നമ്മുടെ ഒരു കോൺഫിഡൻസ്, മനോധൈര്യം, എനിക്ക് എൻ്റെ ലക്ഷ്യമാണ് വലുത്. നമ്മൾ കടലിൻ്റെ തിരമാല നിന്നിട്ട് മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ? ജീവിതത്തിൽ പറ്റില്ല. അതിൻ്റെ മേലെ തോണിയോ കപ്പലോ ഇറക്കി അക്കരയുള്ള മീൻ പിടിച്ചു വരണം, അവിടെയാണ് വിജയം. അല്ലാണ്ട് എനിക്ക് വീടില്ല, വാഹനം, അത് കേരളത്തിലെ 14 ജില്ലയിൽ പോയിട്ടുള്ള അമ്പലങ്ങളിലോ പള്ളിയിലോ പോയിട്ട് വഴിപാട് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു ലക്ഷ്യം വേണം നമുക്ക്. ആ ലക്ഷ്യം ഉള്ളിടത്തോളം എത്ര പൊട്ടക്കുഴി കിടന്നോട്ടെ, നമ്മുടെ ഒരു കോൺഫിഡൻസ്, മനോധൈര്യം, നമുക്ക് എന്തിനും എനിക്ക് ജീവിതത്തിൽ എനിക്ക് ലക്ഷ്യമാണ്, എനിക്ക് എന്താണ് ആവശ്യം, അവിടേക്ക് എത്തിച്ചേരാനുള്ള ദൃഢമായ ഒരു പ്രതിജ്ഞ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും തളർച്ച ഉണ്ടാവില്ല എന്നുള്ളതും കൂടി ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഒരു ഗ്രഹനില കണ്ടപാട് സകലമാന ദോഷങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടോ ഒന്നും ഒരു ഫലമില്ല എന്നത് മനസ്സിലായി. നിങ്ങളൊന്നും മനസ്സിലാക്കുക, നിങ്ങൾക്ക് വീട് വാഹനം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കുക തന്നെ വേണം. നിങ്ങൾ പരിശ്രമിച്ച തീർച്ചയായിട്ടും വീട് ഉണ്ടാകും. കൺഫേം ആയിട്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞ ഗ്രഹനില സൂചനയാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് വീടില്ല, ഗ്രഹമില്ല, ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കുഴപ്പം കൊണ്ടാണ്. എനിക്ക് ഗ്രഹനിലുള്ള സൂചന തരാൻ പറ്റുള്ളൂ. നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഞാൻ 23 വർഷം വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ 2017 സ്ഥലം മേടിച്ച് ഒരു സ്വന്തമായിട്ട് വീട് വെക്കണത്. എത്ര വർഷമായി ഞാൻ വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ജ്യോതിഷനാണ് പറഞ്ഞതുകൊണ്ട് 10 കോടി രൂപ 20 കോടി രൂപ ഉണ്ടായിട്ടില്ല. നമുക്ക് വീട്, വാഹനം, വീട്, വാഹനം, കല്യാണം, ഇതൊക്കെ നമ്മളൊരു സമയം കറക്റ്റാണ് ടൈമിന് എല്ലാം നമുക്ക് വന്നു ചേരും. പക്ഷേ ഇവിടെ നിങ്ങളുടെ സ്വപ്രയത്നം വളരെ കുറവാണ് എന്നാണ്. ഇയാളുടെ ജോലി എന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ജോലിയൊക്കെ ആണെങ്കിൽ ഇയാൾ അതേപോലെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അതും അല്ലെങ്കിൽ കാരണം വെച്ചാൽ ഈ കുടുംബ സ്വത്തൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അതൊന്ന് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ലളിതമായി ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.